ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. രാഹുൽ, വലിയ പ്രതിഷേധമാണ് പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ നടത്തിയത്. എന്താണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി? എന്താണ് ഇനിയുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും കല്യാശ്ശേരിയിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ കരുതൽ തടങ്കിൽ വെച്ച ദിവസം മുതൽ ഞങ്ങൾ ആരംഭിച്ച പ്രക്ഷോഭമാണ്. ഈ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തതുപോലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഈ നരാധമ സദസ്സ് അവസാനിപ്പിക്കുന്ന ദിവസം വരെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ജീവൻരക്ഷാ സേനയിലെ വിവിധ ഉദ്യോഗസ്ഥന്മാർ, ചില ഡിവൈഎഫ്ഐക്കാരന്മാർ, ചില എസ്കോർട്ട് ജീവനക്കാരന്മാർ, ചില പോലീസുകാരുമൊക്കെ ചില ജീവൻരക്ഷാ ശ്രമങ്ങളൊക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ ഈ എസ്കോർട്ട് ജീവൻരക്ഷാ പ്രവർത്തകർ അവരുടെ ഏർപ്പാട് ഇന്നലെ കൊണ്ട് അവസാനിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ അവരുടെയൊക്കെ വീടുകളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുകൾ ഉണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് എസ്കോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അത്യാവശ്യ അസുഖത്തിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എത്രയൊക്കെ തല്ലാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ തല്ലിയാലും, എത്ര കൊടിയ മർദ്ദനം അഴിച്ചുവിട്ടാലും യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഈ സമരം മുഖ്യമന്ത്രി യാത്ര അവസാനിപ്പിക്കുന്നവരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. എന്താണ് പോലീസിനോട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇപ്പോഴും കരുതൽ തടങ്കലിലാണ്. രാവിലെ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നഹാസിനെ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് മൂന്നിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ, കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നത്. ഇനിയിപ്പോൾ ഈ പരിപാടിക്ക് ശേഷം മാത്രമേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ട് നൽകൂ എന്നാണ് പോലീസ് പറയുന്നത്. അല്ല, ഇത് ഇന്നലെ തൊട്ട് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകരെ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോവുകയാണ്. പറയുന്ന കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജില്ലയാണെന്ന്. എന്റെ ജില്ലയാണെന്ന് കരുതിയിട്ട് ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയുമോ? ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, ശ്രീ നഹാസിന്റെ കാര്യം സൂചിപ്പിച്ചു. ശബരിമല ഹെൽപ്പ് ഡെസ്ക്, ഈ സർക്കാർ ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എത്രയോ ദിവസമായി, എത്രയോ കാലമായി യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ശബരിമല ഹെൽപ്പ് ഡെസ്ക്. അവിടെ സാധുക്കളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് ലഘുഭക്ഷണം കൊടുക്കുകയും അവർക്ക് ദാഹജലം നൽകുകയും ഒക്കെ ചെയ്യുന്നൊരു സംവിധാനമാണ്. അപ്പോൾ അതിനകത്ത് കയറി, ആ സെന്ററിനകത്ത് കയറി, ഹെൽപ്പ് സെന്ററിനകത്ത് കയറി ഈ പ്രക്ഷോഭവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അയ്യപ്പ ഭക്തന്മാർ ചിതറിയോടുകയാണ്. ഇന്നിപ്പോൾ റാന്നിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന ആ സമയത്ത് കരിങ്കൊടി കാണിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി പോലും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരുമായിട്ട് സംഘർഷത്തിലല്ലോ. ഞങ്ങളുടെ സമരം മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഡയറക്റ്റ് ഫൈറ്റ് ആണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ പ്രതിരോധം തീർക്കാൻ വരികയാണ്. ഇപ്പോൾ ഇന്നലെ വരെയുള്ള കാഴ്ച ഡിവൈഎഫ്ഐക്കാരന്മാരുടെ ഗുണ്ടായിസം മാത്രമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ MG കണ്ണൻ, അദ്ദേഹം ആ സമരവുമായി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ സഹായത്താൽ ഞങ്ങൾ ലൊക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ആ മൊബൈൽ ഫോൺ ഇപ്പോൾ ഇരിക്കുന്നത് റാന്നിയിലെ ജനസദസ്സ് നടക്കുന്ന സ്ഥലത്തായിരുന്നു അവസാനമായിട്ടുണ്ടായിരുന്ന ആ ലൊക്കേഷൻ. അതായത് മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളെയും വെച്ചിട്ടാണ് ഈ ജീവൻരക്ഷാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ ഗുണ്ടകളായിരുന്നെങ്കിൽ കള്ളന്മാർ കൂടിയായി ഡിവൈഎഫ്ഐയുടെ ജീവൻരക്ഷാ സേന മാറിക്കൊണ്ടിരിക്കുകയാണ്.